വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ഷവായ നമുക്ക് ഉണ്ടാക്കിയാക്കില്ല. വളരെ എളുപ്പമാണേ, സംഭവം സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഇതേ കുറച്ച് വറ്റൽമുളക് ഒരു 10-15 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു പിടി മല്ലിച്ചപ്പ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കിടും. അപ്പോൾ അതിന് മുന്നേ ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് വേണം നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാവിധ പൊടികളും നമ്മൾ ചേർക്കുന്നു. ചിക്കൻ മസാല വേണമെങ്കിൽ ചിക്കൻ മസാലയും ചേർക്കാം. പിന്നെ ഇതുപോലെ കുത്തി നോവിച്ച് ചിക്കനിലേക്ക് ഈ മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അവനെ അങ്ങ് അടച്ച് വെച്ച് അവിടെ ഇരിക്കട്ടെ ഫ്രിഡ്ജിൽ ഒരു 2 to 4 hours. 4 hours ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. പൊറോട്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങിയെങ്കിലും സംഭവം ഫ്ലോപ്പായിരുന്നു കേട്ടോ. പക്ഷെ അവസാനം ഞാൻ വിജയിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദയും അതിലേക്ക് 1 കപ്പ് വെള്ളം, ഒരു കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഓയിൽ ഒഴിച്ച് അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചു. കുഴയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സംഭവം സെറ്റായിരുന്നു. പല വഴി ഞാൻ നോക്കി, പക്ഷേ എവിടെ നടക്കാനായിട്ട്. അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ സംഭവം നല്ല സോഫ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ശരിയാവും എന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പരത്തി സ്ക്വയറിൽ കട്ട് ചെയ്തു, വട്ടത്തിൽ കട്ട് ചെയ്തു, നീളത്തിൽ കട്ട് ചെയ്തു. എവിടെ നിന്ന് തോറ്റു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. പിന്നെ ചുരുട്ടിയൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ നൂൽ പൊറോട്ടയുടെ വിധത്തിൽ നോക്കിയാലോ ഒന്ന്. അടിച്ചൊക്കെ നോക്കി ഞാൻ വലിയ സെറ്റപ്പിലാണ് എല്ലാം തുടങ്ങിയത്. എന്നിട്ട് പിന്നെ ആദ്യം പോക്കറ്റായിട്ട് നോക്കി, പോക്കറ്റ് പൊറോട്ട പോലെ. പക്ഷേ സംഭവം ഫ്ലോപ്പായിരുന്നു ഗൈസ്. കാരണം അതെ ഈ കാണുന്ന പോലെയൊക്കെ വന്നു, പക്ഷെ ശരിയായില്ല. അപ്പോൾ വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്തു. ഇത്തവണ ട്രൈ ചെയ്തപ്പോൾ ഞാനൊരു എന്താ പറയുക നൂൽ പൊറോട്ടയൊക്കെ പോലെ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ നോക്കി. പക്ഷെ അതും ശരിയായില്ല. കാരണം എന്താണെന്നറിയത്തില്ല. പക്ഷെ വിട്ടുകൊടുക്കാൻ വീണ്ടും മനസ്സ് വന്നില്ല. നമ്മൾ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. നമ്മൾ നേഴ്സിംഗൊക്കെ പഠിച്ചപ്പോൾ വലിയ തോൽവിയെ കൂടെ നമ്മൾ മുന്നിലോട്ട് വന്നതല്ലേ. അപ്പം അങ്ങനെ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ഞാൻ വീണ്ടും നോക്കി, നമ്മൾ ചുറ്റിയൊക്കെ എടുത്ത് നോക്കി. പക്ഷേ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞാനൊരു വഴി കണ്ടു. ബട്ടർ നാൻ. അതെ, ആ സെയിം ആവുകൊണ്ട് അതുണ്ടാക്കി. കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കറുത്തെള്ളും വെളുത്തെള്ളും കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് അങ്ങ് നിർത്തി അങ്ങോട്ട് പൊരിച്ചപ്പോൾ അതെ പാത്രത്തിൽ അങ്ങ് നിറഞ്ഞു അവൻ. അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇനി ബാക്കി ചിക്കൻ കുക്കറിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കിട്ടതേ തുറന്നു കഴിഞ്ഞപ്പോഴത്തെ ചിക്കൻ റെഡി. ഇനിയിപ്പോൾ എന്താ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ച് മറച്ച് വിട്ട് അവനെ ഒന്ന് നല്ല ഗ്രില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ആ ഗ്രില്ല് ചെയ്ത ആ ഓയിലിലേക്ക് ബാക്കി വരുന്ന നമ്മുടെ ആ ഒരു ഗ്രേവിയിൽ അത് അങ്ങ് ഒഴിച്ച് തിളപ്പിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിക്കൻ അങ്ങോട്ട് ചേർക്കുക, മിക്സ് ചെയ്യുക, അങ്ങ് കഴിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ബട്ടർ നാനും ചിക്കനും കൂടെ ഷവായ ചിക്കനും കൂടെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്വീറ്റ് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഹണിയോ പഞ്ചസാരയോ ചേർക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഒരു പിടി പിടിക്കുകയല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.